ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ. റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ സിനിമാ നിർമ്മാതാവാണ് ഹർജിയുമായി എത്തിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അതായത് വിശദമായ വാദം തന്നെ കോടതിയിൽ നടന്നു. രണ്ട് കക്ഷികളുടെയും വാദം, ഒന്ന് വിവരാവകാശ കമ്മീഷണറുടെ വാദം, മറ്റൊന്ന് ഹർജിക്കാരൻ്റെ വാദം. വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തു വിടണം എന്ന നിലപാടിലേക്കെടുത്തു. എന്തുകൊണ്ട് അത്തരമൊരു നിലപാട് എന്ന് വിശദീകരിച്ചു. ഹർജിക്കാരൻ ഒരു നിർമ്മാതാവാണ്, സജിമോൻ പാറയിൽ, എന്തുകൊണ്ടത് പുറത്തു വിടരുത് എന്ന് താൻ ആവശ്യപ്പെടുന്നു എന്ന് വിശദീകരിച്ചു. സജിമോൻ പാറയിൽ, അതായത് ഹർജിക്കാരൻ്റെ വാദം, ഇതിൽ ചില വിവരങ്ങളുണ്ട്, അത് വ്യക്തികളെ ബാധിക്കുന്ന വിവരങ്ങളാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വാദത്തിനിടെ പറഞ്ഞത് തൻ്റെ വ്യക്തിത്വത്തെ പോലും ബാധിക്കുന്ന ഘടകങ്ങൾ അത് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ബാധിക്കും, തൻ്റെ സ്വകാര്യതയെ വ്യക്തിത്വത്തെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തു വിടരുത് എന്നുള്ളതാണ് പ്രാഥമികമായ അദ്ദേഹത്തിന് ഒരു വാദം ഉണ്ടായിരുന്നത്. മറ്റ് നിയമപരമായ വാദങ്ങളാണ്. ഇത് പുറത്തുവിടുന്നതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യത എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അങ്ങനെ സാങ്കേതികമായ കുറേ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. നേരെ മറിച്ച് വിവരാവകാശ കമ്മീഷൻ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഇത് വ്യക്തികളെ ബാധിക്കുന്ന ഒരു കാര്യവും പുറത്തു വിടണ്ട എന്ന് നേരത്തെ തന്നെ ഉത്തരവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വകാര്യത എന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും പുറത്തു വിടാൻ കോടതി ഉത്തരവിട്ടിട്ടുമില്ല. മാത്രമല്ല, ഈ ഹർജിക്കാരന് ഈ ഹർജിയുമായി വരാനുള്ള ഒരു അവകാശമില്ല. ഒരു ഘട്ടത്തിലും ഈ ഹർജിക്കാരൻ ഇതിൻ്റെ ഭാഗമായിട്ടില്ല, അല്ലെങ്കിൽ ഹർജിക്കാരൻ ഇതിൽ കക്ഷി ചേർന്നിട്ടില്ല, ഹർജിക്കാരൻ ഈ കമ്മീഷൻ മുമ്പാകെ വാദമുന്നയിച്ചിട്ടില്ല, ഹാജരായിട്ടില്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും കക്ഷിയല്ലാത്ത പുറത്തു നിന്നൊരാൾക്ക് ഇത് വേണ്ട എന്ന് പറയാനൊരു അവകാശമില്ല. കാരണം ഇത് പൊതു താല്പര്യത്തിൻ്റെ ഒന്നും പരിധിയിൽ വരുന്ന കാര്യവുമല്ല എന്ന് തന്നെ കോടതി വിവരാവകാശ കമ്മീഷൻ വ്യക്തമായി പറഞ്ഞു. തുടർന്നാണ് ഈ വിശദമായ വാദത്തിലേക്കൊക്കെ കോടതി കടന്നത്. ഉച്ചയ്ക്ക് മുമ്പ് അത് ഭാഗികമായി പൂർത്തിയായി. ഉച്ചയ്ക്ക് ശേഷം 1:45 വീണ്ടും കോടതി ചേർന്നപ്പോഴും ഈ ഹർജിക്കാരൻ വാദം ആവർത്തിച്ചു. തൻ്റെ ഭാഗം കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് പറ്റില്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു. തുടർന്നാണ് കോടതി ഒരു നിർണായക തീരുമാനമെടുത്തത്. ഇതിങ്ങനെ രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ നിലപാട് കർശനമായി തുടരുന്ന സാഹചര്യത്തിൽ വിശദമായ വാദം കേട്ടുകളയാം എന്നാണ് ജസ്റ്റിസ് PM മനോജ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. അതുകൊണ്ട് ഈ രണ്ട് കക്ഷികൾ, ഒന്ന് ഈ ഹർജിക്കാരൻ, മറ്റൊന്ന് ഈ വിവരാവകാശ കമ്മീഷണർ, ഇത് പുറത്തുവിടാൻ ഉത്തരവ് നൽകിയ ആ സംവിധാനം, ഈ രണ്ട് കക്ഷികളെ കൂടാതെ മറ്റു ചില കക്ഷികൾ കൂടി പുറത്തുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അത് ഈ വിവരാവകാശ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ്. അവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുകൂടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരാവകാശ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചു. അപ്പോൾ അവർ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് അറിയിക്കണം, അത് ഒരാഴ്ചയ്ക്കകം അറിയിക്കണം. ആ നിലപാടും കൂടെ കേട്ട ശേഷം പിന്നീട് ഇതിൽ വിശദമായ വാദം കേട്ട് ഉത്തരവ് പറയാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. തൽക്കാലത്തേക്ക് കോടതി ഒരു ഇൻ്ററിം ഓർഡർ, ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും സിംഗിൾ ബെഞ്ച് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് നമുക്ക് അറിയുന്നത് പോലെ ഇന്ന് 3-3:30 ഇന്ന് പുറത്തു വരും എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അതിന് കോടതി തടയിട്ടിരിക്കുന്നു. തൽക്കാലം ഇത് പുറത്തു വരാൻ കഴിയില്ല. പക്ഷേ നടപടികൾ സാങ്കേതികമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച ശേഷം വിശദമായ ഉത്തരവ് കോടതി പിന്നീട് പറയും. സ്റ്റേ തൽക്കാലം ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. പക്ഷേ നമ്മൾ കരുതുന്നത് ഇനി ഇത് പോസ്റ്റ് ചെയ്യുന്നത് 1-ാം തീയതിയിലത്തേക്കാണ്, അടുത്ത മാസം 1-ാം തീയതിയിലേക്ക്. അപ്പോൾ അടുത്ത മാസം 1 വരെ ഈ കേസിൽ സ്റ്റേ അങ്ങനെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം കോടതി വിശദമായ വാദം കേട്ട് അന്തിമ വിധി വരുന്നതുവരെ ഇതിപ്പോൾ പുറത്തു വരാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് സാഹചര്യം.